മകനെ ഉപദേശിച്ച പിതാവുണ്ട്, പിതാവിനെ ഉപദേശിച്ച മകനുണ്ട്. വിശുദ്ധ ഖുർആനിൽ അതിന്റെ ചരിത്രം കാണാൻ കഴിയും. മകന്റെ കൂടെ നിന്ന ഉപ്പയുണ്ട്, ഉപ്പായുടെ കൂടെ നിന്ന മകനുണ്ട്, മകനെ കിട്ടാതെ പോയ ഉപ്പയുണ്ട്, കുടുംബങ്ങളെ കിട്ടാതെ പോയ രക്ഷിതാക്കളുണ്ട്, ഗൃഹനാഥന്മാരുണ്ട്. ഇതൊക്കെ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിടത്ത് കാണാം. അവിടെയൊക്കെ ആ നല്ല കുടുംബങ്ങളുടെ മാതൃകയായി പഠിപ്പിച്ചിടത്ത് കാണാൻ കഴിയും. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. കുഞ്ഞുങ്ങൾക്ക് പ്രഥമാധ്യാപനം നൽകിയത് ഇതാ. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം 2000 ആണ്ടോടുകൂടെ ഭൗതികമായ വിദ്യാഭ്യാസ മേഖലയിൽ അഭൂതപൂർവമായ വളർച്ച നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ പറയാണ്, സർ ഞാൻ എൻ്റെ കുട്ടിയെ എങ്ങനെയൊക്കെ പഠിപ്പിച്ചു, പക്ഷേ അന്ന് അവിടെ എന്ത് കിട്ടിയിട്ടില്ല, അന്ന് അവിടെ മദ്രസ പുസ്തകവും മദ്രസ പാഠം ഒന്നും കിട്ടിയിട്ടില്ല. ഭയങ്കര വിഷമം. ഇപ്പം നമ്മൾ പറയുന്നിടത്തില്ല എന്നാ, നമ്മൾ പറയുന്നിടത്ത് കിട്ടില്ല. സർ എന്താ ചെയ്യാ, എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, അത് ചെയ്യാതെ പോയി എന്നതാണ്. അൽ ഈമാനു ബില്ലാഹ് വൽ യൗമിൽ ആഖിർ. സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക്, അതല്ലെങ്കിൽ എൻ്റെ പ്രിയം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇന്ന് പഠിക്കുന്ന മേഖല ഏതായിരുന്നാലും ശരി, അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മതവിദ്യാഭ്യാസം അഥവാ ദൈവിക ജ്ഞാനം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നില്ല, അവസരം ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു വളർച്ച, ഒരു പാകത എത്തിക്കഴിയേണ്ട സമയമെത്തുമ്പോൾ വഴികേടിൻ്റെ കൂടെയായി പോകും. നമുക്ക് തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. എനിക്ക് എൻ്റെ മാതാപിതാക്കൾ തന്നിട്ടില്ല റബ്ബേ എന്ന് പരാതി പറയുമ്പോൾ അത് നമ്മൾ അവിടെ വെച്ച് പരലോകത്ത് വെച്ച് കേൾക്കേണ്ടി വരും. ശ്രദ്ധേയമായ ഒരു വചനം, ഏറെ ആകർഷിച്ച ഒരു വചനം നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുക. 23-ാം അധ്യായം സൂറ അൽ മുഅ്മിനൂനിലെ 74-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വ ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി അനിസ് സിറാത്തി ലനാകിബൂൻ. ഒന്നുകൂടെ, വ ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി لا يؤمنون بالآخرة لا يؤمنون بالآخرة عن الصراط لناكبون. ആശയം മനസ്സിലാക്കി നോക്കൂ. ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത ഒരാൾ, ഒരു വിഭാഗം, ഒരു കൂട്ടർ, ഒരു സംഘം ആളുകൾ, എത്ര ആളുകളാകട്ടെ, എന്തുള്ളവരാകട്ടെ, ആഖിറത്തിൽ ശക്തമായ വിശ്വാസമില്ലെങ്കിൽ, കൃത്യമായ പരലോക വിശ്വാസം ഹൃദയത്തിൽ അങ്ങ് തറച്ചിട്ടില്ലെങ്കിൽ, അൻസിറാത്തി ലനാകിബൂൻ, നേർപാതയിൽ നിന്ന് അവർ വ്യതിചലിക്കും. നിസ്സംശയം ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മക്കൾക്ക് നൽകാൻ കഴിയാതെ പോയിടത്താണ് നമ്മളൊക്കെ പരാജയപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു അവനെക്കുറിച്ചും ആഖിറത്തിനെ കുറിച്ചും ചിന്തയുള്ളവരായി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ചെയ്യാണ്. ആയത്തോർത്തു വെക്കുക, 23-74 സൂറത്ത് മുഅ്മിനൂനിലെ 74-ാമത്തെ വചനമാണ്. ഈ രണ്ട് വിശ്വാസം, അൽ ഈമാനു ബില്ലാഹ്, അൽ ഈമാനു ബി അൽ ആഖിറ. അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയാറില്ലേ ചേർത്ത്. അത് രണ്ടും ഇല്ലാതെ പോയി നമുക്ക്. അത് രണ്ടും പഠിപ്പിക്കപ്പെടാതെ പോയി നമുക്ക്. അത് രണ്ടും പഠിപ്പിക്കപ്പെടാതെ പോയി. അത് രണ്ടും പഠിക്കാത്തത് കൊണ്ട്, ആ വിശ്വാസത്തിൽ അടിയുറച്ചെത്താത്തത് കൊണ്ട് വഴിപിഴച്ചു പോവുകയാണ് മനഃശാന്തി. അതേപോലെ തന്നെ നീതിയും ന്യായവും, സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ, മാനവ സ്നേഹം, ദൗർബല്യങ്ങൾ വരുമ്പോൾ തരണം ചെയ്യാം, ശീലങ്ങളും നല്ല മര്യാദകളുമൊക്കെ, ഇതൊക്കെ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഉണ്ടാകുമ്പോഴാണ്. ഈമാൻ ഇല്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലകളിലൊക്കെയും അവർക്ക് തളർച്ചയും തകർച്ചയുമായിരിക്കും ഉണ്ടാവുക. നമുക്ക് ചില ഉദാഹരണങ്ങൾ പരിശോധിച്ച് നോക്കാം. ദൗർബല്യങ്ങൾ തരണം ചെയ്യാൻ കഴിയണമെങ്കിൽ കരുത്തുള്ള ഈമാൻ വേണം.
അള്ളാഹുവിലും അന്ത്യദിനത്തിലും. ഈ ദുനിയാവ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ഇതിനപ്പുറത്തൊരു ജീവിതം ഇല്ല എന്നാണ് ധാരണയെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വരുന്ന ചെറിയ പ്രയാസങ്ങൾ പോലും താങ്ങാൻ കഴിയില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളുടെ പേരിൽ വല്ലാതെ തകർന്നു പോകുന്നുണ്ടെങ്കിൽ കൂട്ടരെ, നമുക്ക് ഈ ജീവിതത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ശക്തമായ ചിന്തയില്ലാത്തത് കൊണ്ടാണ്, ആ ഒരു ബാക്ക് പവർ ഇല്ലാത്തത് കൊണ്ടാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം ശക്തമാണോ, ജീവിതത്തിൽ വരുന്ന നഷ്ടങ്ങളിലും പരാജയങ്ങളിലും തകർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന ഒരു ആത്മവികാരം അതവിടെ ഉണ്ടാവും. കാരണം ഇവിടെ അല്ലല്ലോ പരലോകം, മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടല്ലോ. അവിടെ എനിക്ക് അള്ള എന്തോന്ന് വെച്ചിട്ടുണ്ടാവും, അവിടെ എനിക്ക് അള്ള മറ്റൊന്ന് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇവിടെ ഇങ്ങനെ എന്നുള്ള ഒരു വിശ്വാസം. വിശപ്പ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മനുഷ്യർ പലരും അനുഭവിക്കുന്ന ഒന്നാണ്. വല്ലാത്ത വിശപ്പ് അഥവാ ഭക്ഷണം കിട്ടാതെ വരുന്ന കാലം, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടേണ്ടി വരുന്ന അവസ്ഥ, ഖൗഫ്, ഭയപ്പാടുകൾ. എന്തെങ്കിലും ഒരു ഭയപ്പാട് ജീവിതത്തിൽ ഇല്ലാത്ത മനുഷ്യന്മാരില്ല. ഒന്നുകിൽ ഭയപ്പാടുണ്ടാവും, അല്ലെങ്കിൽ പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാവും. ഉണ്ടാകും, മരണം ഉണ്ടാകും, രോഗങ്ങളെ കൊണ്ട് പ്രയാസം ഉണ്ടാകും. ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷമം ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഉണ്ടാകും. എന്തുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് സഹോദരങ്ങളെ? അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, വിശുദ്ധ ഖുർആൻ അങ്ങോട്ടാണ് നമ്മളെ വിളിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ നേടിയാലും ശരി, ഈ പ്രപഞ്ചാധിപനായ അള്ളാഹുവിനെ, നിങ്ങളുടെ സ്രഷ്ടാവായ ഏക ശക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ മരണാനന്തര ജീവിതമായ സ്വർഗ നരകത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾക്ക് മനസ്സിലെത്തിയിട്ടില്ലെങ്കിൽ, ഹൃദയത്തിൽ കയറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നിനെയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നോട് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം റിട്ടയർ അധ്യാപകനാണ്. കൃത്യമായും വിശുദ്ധ ഖുർആനിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കാലിന് നീർക്കെട്ടും പ്രയാസങ്ങളും വന്നു. വല്ലാത്ത വേദനയാണെന്നാണ് പറഞ്ഞത്. വേദന അസഹ്യമാകുമ്പോൾ ഇദ്ദേഹം റൂമിൽ കയറും, വൈഫ് ഉണ്ടാകും, വാതിലടച്ചിട്ട് അദ്ദേഹം കട്ടിലിൽ കയറിയിരുന്നിട്ട് കരയും. കരഞ്ഞത് ഉച്ചത്തിൽ കരയും. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളതൊക്കെ ഉള്ളത് തന്നെ പറയണം? അപ്പൊ പറഞ്ഞു, മോനെ ഒച്ചത്തിൽ കരയുന്നു ഉഷാദ, ഞാൻ ശബ്ദത്തിൽ കരയും. എന്നിട്ട് കരഞ്ഞ് അവസാനം എന്നെ ആശ്വസിപ്പിക്കുന്ന വൈഫ്, അവളും എൻ്റെ കൂടെ കരയും. ഞങ്ങൾ രണ്ടുപേരും ഉറക്കെ കരയും. എന്താ പ്രശ്നം? എൻ്റെ കാലിൻ്റെ വെരിക്കോസിന്റെ വേദന സഹിക്കാൻ പറ്റാത്ത, എല്ലാവിധത്തിലും പരിശ്രമിച്ച് ശുശ്രൂഷകളൊക്കെ നടത്തിയിട്ടും പരിഹാരം കാണാൻ കഴിയുന്നില്ല. നൗഷാദെ, എന്നോട് ഞാൻ പറയാം, പടച്ച റബ്ബിലും അന്ത്യദിനത്തിലും എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കോലത്തിൽ ഇന്ന് ഈ കാണൂലായിരുന്നു, ഞാൻ ഒന്നോ ഇവിടുന്ന് പോവുമായിരുന്നു. ഇതുകൊണ്ടാ പലരും ജീവിതത്തിലെ ചെറിയ പ്രയാസങ്ങളുടെ പേരിൽ അത് വലിയതായി പർവ്വതീകരിക്കപ്പെട്ട് മനസ്സങ്ങ് വീർത്ത് ചീർത്ത് പൊട്ടിയിട്ട് പിന്നെ ഞരമ്പ് മുറിച്ച് പുഴയിലേക്ക് ചാടിയ കുട്ടി, അവന് ആഖിറത്ത് എന്താണെന്നറിയില്ല. അവന് ഈ ദുനിയാവിലെ പ്രശ്നം ഇവിടെ തീർന്നില്ലെങ്കിൽ ഇതിനൊരു വേറെ ലോകമുണ്ട് എന്നുള്ളത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ആ പിഞ്ചു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവനിന് +2 ആവട്ടെ, ഡിഗ്രി ആവട്ടെ, എന്താവട്ടെ, താൻ മോഹിച്ചു പോയ ഒരു ചെറുക്കനെ എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ അവൻ്റെ കൂടെ നിന്നപ്പോൾ അതെൻ്റെ മാതാപിതാക്കൾ മോളെ അത് ശരിയല്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയിട്ടും എനിക്ക് ബോധ്യം വരാതെ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്ത് തീർക്കുക, എന്നാ വേണ്ടെന്നു പറഞ്ഞ് തീർക്കുക ശരീരത്തെ. ഒന്നെങ്കിലും വണ്ടിയുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും കൊക്കയിലേക്ക് ചാടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും കിണറിൽ ചാടിയിട്ട്, അല്ലെങ്കിൽ എന്തെല്ലാം മാർഗം ഇന്ന് മീഡിയ പഠിപ്പിച്ചു തരുന്നോ അതിലൂടെയൊക്കെ നമ്മളങ്ങ് ജീവിതം അങ്ങ് തീർക്കുക. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആഖിറത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ആ കുട്ടിയെ മാതാപിതാക്കൾ എന്തെല്ലാം ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ശരി, ദീനീ ബോധം നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിറിലേക്ക് വിശുദ്ധ ഖുർആൻ ക്ഷണിച്ചതിനെ, ആ ക്ഷണം അനുദിനം പ്രഭാത പ്രദോഷങ്ങളിൽ കുടുംബങ്ങളിൽ നിന്ന് കേൾക്കാതെ പോയി എന്നതാണ്. കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് വഴിതെറ്റിപ്പോകുന്നത് എന്നർത്ഥം. അന്ധവിശ്വാസങ്ങളുടെ മറവിൽ നടക്കുന്ന ചൂഷണ കേന്ദ്രങ്ങളിൽ എത്തിപ്പോകുന്നത് ആരാ? അന്ധവിശ്വാസങ്ങളുടെ മറവിൽ നടക്കുന്ന ചൂഷണ കേന്ദ്രങ്ങളിൽ ചെന്നിട്ട് വീർപ്പ് മുട്ടിയിട്ട് എന്ത് കൂടിയതാണ് അല്ലേ, എന്ത് കൂടിയതായാലും
ഓതി ഓതി ഊതി ഊതി ചങ്കിലെത്തിയിട്ട് മരിച്ചുപോയി. എന്തേ അവിടെ എത്താൻ കാരണം? അള്ളാഹുവിലുള്ള വിശ്വാസം പൂർണ്ണമായില്ല. അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിക്കുന്ന ആളുകൾ സുമ്മ ലം യർതാബു എന്ന ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, അത് മറന്നുപോയി. വിശ്വാസികൾ ആരാ? അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിരിക്കുന്നു. സുമ്മ ലം യർതാബു, പിന്നെ അതിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു രോഗം വരുമ്പോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യനോട് ആരോ പറയാം, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, അവിടെ ഒരു പള്ളിച്ചെരുവുണ്ട്, ഇവിടെ ഒരു കേന്ദ്രമുണ്ട്, അവിടെ ഒരു കേന്ദ്രമുണ്ട്, അവിടെ പോയി നോക്കാം, ഇവിടെ ഒരു ഉസ്താദ് ഉണ്ട്, ഇവിടെ ഒരു മൗലവി ഉണ്ട്. ഇങ്ങനെ പറയുമ്പോൾ അവിടേക്ക് മെല്ലെ അങ്ങ് ചെല്ലും. എന്നിട്ട് അത് ആരുടെയും മുമ്പിലും പറയാൻ പറ്റൂല. വിശ്വാസത്തോടുകൂടെ യഥാർത്ഥ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള എന്തും ആളെ മുമ്പിൽ വിളിച്ചു പറയാൻ പറ്റും. അന്ധവിശ്വാസങ്ങളുടെ പേരിൽ നടന്ന ഒരു കാര്യവും ചെയ്ത ഒരു കാര്യവും ആരും ആരോടും വിളിച്ചു പറയില്ല. അത് നമ്മളറിയാം. എത്ര വലിയ പൈസക്കാരനാലും മരിച്ചു പോയിട്ട് അറിയാം. എത്ര സ്വർണം കൊടുത്ത ആളാണെങ്കിലും മിണ്ടൂല. അവസാനം മരണം സംഭവിച്ച് ആരോ പരാതി കൊടുക്കുമ്പോഴറിയാം. അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ചൂഷണ കേന്ദ്രങ്ങളിൽ എത്തിപ്പോകുന്ന ഒരാളും വിളിച്ചു പറയില്ല. അതാണ് അന്ധവിശ്വാസത്തിന്റെ ഒരു പ്രശ്നം. വിശ്വാസം എന്നത് എവിടെയും നമുക്ക് തെളിമയോടെ നിവർത്തിച്ച് കാണിക്കാൻ പറ്റുന്ന ഒന്നാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ആളുകൾ അവർ തീർച്ചയായും മനസ്സിന് സമാധാനമുള്ളവരായിരിക്കും. അങ്ങനെ ആ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ രക്തം ചൊരിച്ചിലുണ്ടാകും, കൊല്ലപ്പെടും. നീണ്ട മുടിയാണ് പ്രശ്നം. ഇപ്പൊ നീണ്ട മുടിയുള്ള വർക്കാർക്കൊക്കെ പേടിയാ. എന്താ ചെയ്യാ? ആ ചങ്ങായിന്റെ വിശ്വാസം അങ്ങനെയാ. അള്ളാഹുവിലും അന്ത്യദിനത്തിലുള്ള വിശ്വാസം ഇല്ല. ഇത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലോ നമ്മുടെയൊക്കെ നാടുകളിലോ ഒക്കെ ഉണ്ട്. പലരുടെയും വല്യമ്മമാര് ആരും അറിയാതെ ഏതോ കേന്ദ്രങ്ങളിൽ പോകാറുണ്ട്. ഇപ്പോഴും ആരും അറിയാതെ. കാരണം അന്ധവിശ്വാസമാണ്. റബ്ബിലുള്ള വിശ്വാസം രൂഢമൂലമായിട്ടില്ല. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹിനെ കണക്കാക്കേണ്ട വിധത്തിൽ കണക്കാക്കിയിട്ടില്ല. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ദുരിതങ്ങൾ ഭവിക്കുമ്പോൾ വിശ്വാസി അതിനെ പരീക്ഷണമായി കാണാണ്. അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഖുർആൻ വിശദീകരിക്കുന്നുണ്ടല്ലോ. അവിടെ എന്തായിരുന്നു പറഞ്ഞത്? അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, തന്റെ റബ്ബിനെ വിളിച്ചുകൊണ്ട് തേടി, റബ്ബേ എനിക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ട്, നീയാണ് അർഹമുർ റഹീമീൻ, നീയാണ് അർഹമുർ റഹീമീൻ. എന്റെ പ്രയാസത്തെ ഞാൻ നിന്നിൽ ഇതാ സമർപ്പിക്കുന്നു. അയ്യൂബ് നബിക്ക് ഇത് പലപ്പോഴും നമ്മൾ പറയാറ്, മനസ്സിലാക്കിയതുപോലെ പലരും മാറിയില്ലേ, ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു. എന്നിട്ട് പോലും എന്തേ അതിനെ സാധിച്ചത്? വേറെ ഒരു ചിന്തയും വരാതിരുന്നത്, അതെന്തോ ആണോ എന്ന് തോന്നാതിരുന്നത്, അതാരോ എന്തോ ചെയ്തതാണോ എന്ന് തോന്നാതിരുന്നത് എന്തുകൊണ്ടാ? കൃത്യമായും അള്ളാഹുവിൽ അന്ത്യദിനത്തിൽ ഉള്ള വിശ്വാസമാണ്. ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിറാണ്. വഅൻത ഖൈറുർ റാഹിമീൻ എന്ന് പറയാൻ കഴിയുന്നത്. എൻ്റെ സ്രഷ്ടാവ് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനും കാണുന്നവനും പരിഹരിച്ചു തരുന്നവനുമാണ് എന്ന ഒരു വിശ്വാസം. ഇപ്പം വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് അനുഭവം പറയാ അവർ കേട്ടോ. ഒരു വിശുദ്ധ ഖുർആൻ വായനക്കാരൻ അനുഭവം പറയാ, വായനക്കാരി. അദ്ദേഹത്തിന്റെ അവരുടെ വിഷമമായിട്ട് ഇങ്ങനെ പോവാണ്, പ്രയാസപ്പെട്ടു പോവാണ്. അങ്ങനെയാണ് 50-ാം അധ്യായം വായിക്കുന്നത്. 50-ാം അധ്യായത്തിലെ 16-ാമത്തെ വചനത്തിൽ ആ സമയത്ത് ആ 16-ാം വചനത്തിലെ 3 പാർട്ടുകൾ അവരെ ശ്രദ്ധേയമായി അവർക്ക് തോന്നി, അവരെ ഒന്ന് ഉണർത്തി. ചില വചനങ്ങൾ അങ്ങനെ ഒരായത്തിൽ ഒരു കാര്യമൊന്നുമല്ല പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോ റിലേറ്റഡ് ആയിരിക്കും അത്. അങ്ങനെ 3 പാർട്ടുകളുണ്ട് 50-ാം അധ്യായത്തിലെ 16-ാമത്തെ ആയത്തിൽ. അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. വലഖദ് ഖലഖനൽ ഇൻസാൻ, പാർട്ട് 1. നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, പിന്നെ എന്തേ നമ്മൾ അറിയുമല്ലോ അവന്റെ എല്ലാം. നാമാണ് അവനെ സൃഷ്ടിച്ചത്.
ഞാൻ എൻ്റെ വിഷമങ്ങളുള്ളപ്പോൾ ഞാനിങ്ങനെ എൻ്റെ റബ്ബ് ആണല്ലോ എന്നെ സൃഷ്ടിച്ചത്. അപ്പോൾ സൃഷ്ടിച്ച റബ്ബ് ഇതറിയല്ലോ, എൻ്റെ വിഷമം അറിയല്ലോ. പിന്നെ ഞാൻ എന്തിനാ എനിക്ക് ആരാളുള്ളതെന്ന് പറയേണ്ടത്? എൻ്റെ കാക്ക പോലും കാണുന്നില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞു നോക്കി, ആരുമില്ല കാണാൻ. എത്ര കൊല്ലമായി ഞാനിത് നീറുന്നു എന്ന് പറയുന്ന പെണ്ണും ആണും കുട്ടികളും വലിയവരും. എന്തിനിതിൻ്റെ ആവശ്യം? ഭൗതികമായി നമുക്കിവിടെ നിന്ന് പരസ്പരം ഷെയർ ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്ത് അതിനെ ഏൽപ്പിക്കേണ്ടത് റബ്ബിലേക്കാ. ആ ഒരു റബ്ബന്റെ കാര്യം പരിഹരിക്കാൻ എൻ്റെ മുമ്പിലുണ്ട്. റബ്ബ് തന്ന പരീക്ഷണമാണിതെന്ന് അയ്യൂബ് നബി പറഞ്ഞതുപോലെ, ഇബ്രാഹിം നബി കാണിച്ചു തന്നതുപോലെ, ഇബ്രാഹിം നബിയുടെ മകൻ ഇബ്രാഹിം നബിയോട് സമ്മതിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതുപോലെ നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയണം. എൻ്റെ റബ്ബിന്റെ പരീക്ഷണമാണ്. റബ്ബനെ കാണും. തൻ്റെ മനസ്സിൻ്റെ മന്ത്രങ്ങളെല്ലാം, ആവശ്യങ്ങളെല്ലാം, ആഗ്രഹങ്ങളെല്ലാം, വിഷമങ്ങളെല്ലാം നാം അറിയുകയും ചെയ്യുമെന്ന്. നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അവൻ്റെ എല്ലാം നാം അറിയുകയും ചെയ്യും. ഇനി അവൻ്റെ പ്രശ്നങ്ങൾ എന്നോടെന്നവൻ പറയുകയേ വേണ്ടു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവൻ്റെ ജീവനാടിയേക്കാൾ അവനോടടുത്തവനാണല്ലോ നാം. അവനൊന്ന് പറയേണ്ടതേ ഉള്ളൂ. ഈമാനു ബില്ലാഹ് വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ഒരാൾക്ക് ഈ ഒരു പ്രചോദനം ഉണ്ടാകും മനസ്സിൽ. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവിക്കുന്ന ദുരിതം ഖുർആൻ അവിടെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. 23:75 ചേർത്ത് പറഞ്ഞു, വലൗ റഹിംനാഹും വകശഫ്നാ മാ ബിഹിം മിൻ ദുർ മിൻ ദുർരിൽ ലലജ്ജു ഫി തുഗ്യാനിഹിം യഅമഹൂൻ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമില്ലാത്ത ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ തളരും. ഇനി ആ പ്രയാസം അങ്ങ് നീങ്ങിയാലോ മൂപ്പർ പിന്നെയും പഴയതിൽ തന്നെ ആയിരിക്കും. ഫീ തുഗ്യാനിഹിം യഅമഹൂൻ എന്ന് പറയാം. ശരി, ഞാൻ വിശദീകരിക്കുന്നില്ല കൂടുതൽ, സമയം അതിക്രമിക്കും. ശീലങ്ങൾ, മര്യാദകൾ, അല്ലാഹു എന്ന വിശ്വാസമുള്ള, പരലോകം എന്ന വിശ്വാസമുള്ള ആളുകൾ തെറ്റിലേക്ക് ചായുന്നത് പ്രയാസമാണ്. അവരതിൽ നിന്ന് തിരിച്ചു വരും. കാരണം ഖുർആൻ അങ്ങനെ തന്നെ വിശദീകരിക്കുന്നു പല കാര്യങ്ങളെയും. ഇപ്പോൾ വല്ലാത്ത പ്രയാസമുള്ള സംഗതിയാണ് ലഹരിക്ക് അടിമപ്പെട്ടു പോകുക എന്നുള്ളത്. ലഹരിയാണ്. നമ്മൾ നേർക്ക് നേരെ ആ കുട്ടികളെ ചെന്നിട്ടാണ് കുറ്റപ്പെടുത്താറുള്ളത്. സത്യത്തിൽ ആ കുട്ടികൾക്ക് ഈ പറഞ്ഞ ഒരു വിശ്വാസം ഇല്ല. ബേസ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. എത്ര വർഷമായി ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന വിഷയം, വല്ലാത്ത ലഹരിയുടെ അടിമപ്പെടുന്ന അവസ്ഥ വന്നിട്ട് വർഷങ്ങൾ എത്രയായി. ഇതിനു മുമ്പും ലഹരി നാട്ടിലുണ്ട്. പക്ഷേ ഇത്ര വളരെ സുതാര്യമായി അല്ലെങ്കിൽ വളരെ എളുപ്പമായി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രം. എന്തുകൊണ്ട് അന്ന് നമ്മളാരും അതിലെത്തിപ്പോയില്ല? അന്നത്തെ ലഹരി ഒരുപാടുണ്ടായിരുന്നല്ലോ. അന്നത്തെ ലഹരി അന്നുണ്ടല്ലോ. കള്ള് മാത്രമാണെങ്കിലും പുകവലിക്കൽ മാത്രമായിരുന്നെങ്കിലും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഒരു കാലത്ത് സജീവമായിരുന്നല്ലോ. പക്ഷെ അന്ന് ഇത്രത്തോളം പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലല്ലോ സമൂഹത്തിൽ. എന്തുകൊണ്ടാണ്? ഈ ഒരു വിഷയം പരിശോധിച്ച് നോക്ക്. നമ്മൾ ധാർമ്മിക അധ്യാപനം നൽകുന്നതിൽ നിന്ന് വലിയ ഒരു അകലം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അതിന് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെ മുസ്ലിം സംഘടനകളിൽ, വലിയ സംഘടനകൾക്ക് അതിൽ വലിയൊരു പങ്കുണ്ട്. കാരണം തസ്കിയത്ത് പ്രവർത്തനങ്ങൾ നടക്കേണ്ടതിന് പകരം സ്വന്തം പ്രശ്നങ്ങൾ മാത്രം പരിഹരിക്കേണ്ട ഒരു അവസ്ഥ വന്നുപോയി. ഒരുപക്ഷെ അൽഹംദുലില്ലാ നമുക്കതിൽ ശക്തമായി എഴുന്നേറ്റും എന്ന് പറയാൻ പറ്റും. എല്ലാ വിഷയങ്ങളും ഒരുപോലെ ചേർത്ത് എന്നാലും ധർമ്മ സമരം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക്. ഒരു കാലത്ത് തസ്കിയത്ത് ക്യാമ്പുകൾ സജീവമായിരുന്നു. ഓർക്കുണ്ടെങ്കിൽ ഞാനൊരു നമ്മൾ ഉള്ളിലിരുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. തസ്കിയത്ത് സംരംഭങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഒരുപക്ഷെ ഈ ഒരു അവസ്ഥയിലെത്തിയത് അങ്ങനെ കുറേ ഇരുന്നതുകൊണ്ടാണ്. ഇന്നത്തെ നമ്മളെ കുട്ടിയൊക്കെ എവിടെ കിട്ടുന്നത്? അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ 4 വർഷം 5 വർഷം 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ബാക്കോട്ട് ഉണ്ടെങ്കിൽ എത്ര വർഷമായി നമ്മളെ ഈ ഗ്യാപ്പ് പരിശോധിച്ച് നോക്കോ. ഈ രീതിശാസ്ത്രം മാറിയ കാലത്തെ ഒന്ന് എണ്ണി നോക്കോ. അതെത്ര വർഷമോ ആ വയസ്സുള്ള കുട്ടികളെ പരിശോധിച്ച് നോക്കോ.
അപ്പോൾ അവിടെ വലിയൊരു ഗ്യാപ്പ് വന്നത് മദ്യത്തിൻ്റെയും ലഹരിയുടെയും ഒക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു. ഖുർആൻ അവിടെ ഉപയോഗിച്ച റിജ്സും മിൻ അമലി ശൈത്താൻ. പക്ഷേ മോശമാണത്, മ്ലേച്ഛമായ പ്രവർത്തനമാണ്. എല്ലാ തിന്മകളിലേക്കും അത് വഴി നടത്തും. ദുനിയാവ് നശ്വരമാണ് എന്ന ഒരു ബോധം, ദുനിയാവ് നശ്വരമാണ്, അനശ്വരമായ ലോകത്തെക്കുറിച്ചുള്ള, മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത ഇവിടെ മാത്രമേ ഉള്ളൂ എന്നൊരു വിചാരം അല്ലേ? വലൗ അന്നാ ഇദാ മിത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യിൻ വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ വനുസ്അലു ബഅദഹു അൻ കുല്ലി ഷൈഇൻ. എത്ര ശ്രദ്ധേയമാണത്, എത്ര ചിന്തനീയമാണ്. വലൗ അന്നാ ഇദാ മിത്നാ തുരിക്നാ, നാം മനുഷ്യർ മരണത്തോടെ വെറുതെ വിട്ടേക്കപ്പെടുകയായിരുന്നുവെങ്കിൽ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യിൻ, മരണം ഒരു വിശ്രമമായി അങ്ങ് പോകുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ, മരണത്തിനു ശേഷം ബർസഖിയായ ഒരു കാലം കഴിഞ്ഞ് എത്രയെന്നറിയാത്ത വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, പുനർജന്മം വരെയുള്ള ഒരു ബർസഖുണ്ട്. അങ്ങനെ പുനർജന്മം നൽകപ്പെടും. ബുഇസ്ന വനുസ്അലു ബഅദഹു അൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും. ഈ ഒരു ബോധം നമ്മുടെ മക്കളിൽ അല്ലെങ്കിൽ പുതിയ തലമുറയിൽ കിട്ടാതെ പോകുന്നത് തന്നെയാണ് കാരണം. ഇത് കൃത്യമായി കിട്ടുന്ന കുടുംബത്തിൽ നിന്നുള്ള കുട്ടികൾ നമ്മൾ അവരുടെ ഇനിയുള്ള സാഹചര്യത്തെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ, സത്യത്തിൽ ഗസാലിയൊക്കെ വിശദീകരിച്ചതുപോലെയാണെങ്കിൽ ലാഇബു വലദക സബ്അൻ, അതേപോലെ തന്നെ അദ്ദിബ് വലദക സബ്അൻ, സാഹിബ് വലദക സബ്അൻ എന്നൊക്കെ പറഞ്ഞ ഒരു 3-7 ഇയേഴ്സ് സ്റ്റേജസ് ഉണ്ട്. 3-7 കൊല്ല സ്റ്റേജുകൾ. ആ സ്റ്റേജുകളിൽ ഈ മതബോധത്തോടുകൂടെ ഞാൻ നടക്കുകയും എൻ്റെ മകൻ്റെ മകളുടെ 21 വയസ്സ് വരെ കൂടെ ഉണ്ടാവുകയും ചെയ്താൽ അത് 2 7 സ്റ്റേജസ് കൊണ്ട് കിട്ടൂല. ഫസ്റ്റ് 7 സ്റ്റേജിൽ തന്നെ നമ്മൾ ഉണ്ടാവണം. അതില്ലാതെ രണ്ടാമത്തേൽ കൊണ്ടുവരാൻ ലേശം പണിയാണ്. ചിലപ്പോൾ 2 പിടിച്ചാൽ കിട്ടും. പക്ഷേ 2 കഴിഞ്ഞിട്ട് 3ാമത്തെ സ്റ്റേജ് 15 വയസ്സ് മുതൽ നോക്കിയിട്ട് പിന്നെ കാര്യമില്ല. ഇന്ന് എൻ്റെ യാത്രയിൽ ഞാൻ കേട്ടത്, തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ഒരു പെൺകുട്ടി പറയാണ്, ഫോൺ വന്ന സമയത്ത് ആദ്യം പെൺകുട്ടിയെ വിളിച്ചത് അച്ഛനാണ്. അപ്പൊ എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് പറഞ്ഞ് കട്ട് ചെയ്താണ്. അങ്ങനെ ഉടനെ അമ്മയെ വിളിച്ചു. അമ്മയെ വിളിച്ച സമയത്ത് അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ എന്നെ വിളിക്കണ്ടെങ്കിൽ ഇനി എത്ര വിളിച്ചാൽ ഞാൻ അവിടെ ഹോസ്റ്റലിൽ എത്തിയിട്ടേ ഞാൻ എന്ന് പറഞ്ഞു. ഭയങ്കര ശകാരം. ഞാൻ അത്ഭുതപ്പെട്ടു. എല്ലാവരും കേൾക്കുകയാണിത്. എന്താണ് അമ്മയോടും അച്ഛനോടും ഇങ്ങനെ സംസാരിക്കാൻ, മാതാപിതാക്കളോട് ഇങ്ങനെ പറയാൻ? ആ മാതാവിൻ്റെ വിഷമം തൻ്റെ വീട്ടിൽ നിന്ന് അങ്ങ് ദൂരെ തൃശ്ശൂരോ എറണാകുളമോ പഠിക്കുന്ന കുട്ടിയെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ അവിടെ എത്തുന്നവരെ നെഞ്ചടിച്ചിൽ മാതാപിതാക്കൾക്ക് ഉണ്ടാവും. അതിനൊരു വില കൽപ്പിക്കാൻ പോലും കഴിയാത്ത വലിപ്പത്തിൽ ഇതിലേക്ക് നമ്മുടെ ഈ പ്രായത്തിലെത്തിപ്പോയി. എന്തുകൊണ്ടാ? നമ്മൾക്ക് നേർക്ക് നേരെ കാണാൻ കഴിയുന്ന ചില കാഴ്ചകളുണ്ട്. എൻ്റെ യാത്രാമാർഗം, എൻ്റെ ജോലി ഉള്ള ഒരു ഭാഗം ചില റിസോർട്ട് അല്ലെങ്കിൽ ചില ടൂറിസ്റ്റ് ഏരിയകളുടെ ഭാഗത്തൂടെയാണ് സ്ഥിരം യാത്ര ചെയ്യുക. എങ്ങനെയാണ് ഒരു പെൺകുട്ടി ബൈക്കിൻ്റെ പിന്നിലിരുന്നിട്ട് ബാഗിൽ നിന്ന് പർദ്ദയെടുത്തിട്ട് അണിയുന്നത്, ഡ്രസ് ചേഞ്ചിങ് നടക്കുന്നത് വേഗതയുള്ള യാത്രയിൽ ബൈക്കിൻ്റെ പിന്നിലിരുന്ന്? എന്തിനൊരു കുഞ്ഞ്, ഒരു പെൺകുട്ടി പർദ്ദയണിയാൻ വണ്ടിയിൽ നിന്ന് ബൈക്കിന്റെ പിന്നിലിരുന്ന് പർദ്ദയണിയേണ്ടി വരുന്നു? അതിന്റെ കാരണം എന്തായിരിക്കും? പർദ്ദയണിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടി
ഒരു ബൗണ്ടറി കിടക്കുമ്പം പർദ്ദ ഒഴിവാക്കി തൻ്റെ കാമുകനോ അതല്ലെങ്കിൽ തൻ്റെ സുഹൃത്തിനോ അല്ലെ മറ്റുള്ളവർക്കോ അല്ലെ എന്തോ തൻ്റെ തെറ്റായ ചിന്തയുടെ പേരിലോ കുട്ടി അങ്ങനെ പോവാണ്. എന്നിട്ട് തിരിച്ച് വീടിൻ്റെ ബൗണ്ടറിയിൽ എത്തുമ്പോഴേക്ക് ചുറ്റുവട്ടത്തെത്തുമ്പോഴേക്ക് പഴയ വസ്ത്രത്തിലേക്ക് തിരിച്ചു വരുന്നു. അത് എൻ്റെ കുട്ടിയല്ല എന്ന് ഞാൻ ആശ്വസിക്കുന്നു. നിങ്ങൾ കാണുന്നത് എൻ്റെ മകളെ ആയിരിക്കാം, ഞാൻ കാണുന്നത് നിങ്ങളുടെ മകനെ ആയിരിക്കാം. എന്തുകൊണ്ട് ഈ പറഞ്ഞ ആദ്യം മുതൽ സത്യത്തിൽ ആ വിഷയത്തിൽ ഞാൻ പാരന്റിങ് എന്ന തലത്തിലേക്ക് പോകല്ല. പാരന്റിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റേജ് കുട്ടി ജനിക്കുന്നതിന് മുമ്പാണ്. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് കുട്ടിയെ വളർത്താൻ പഠിക്കണം, ശ്രദ്ധ തുടങ്ങണം. എന്നിട്ട് ഈ 3-7 വർഷങ്ങളെ അള്ളാഹു നമ്മയൊക്കെ നന്മയുടെ മാർഗത്തിൽ പിടിച്ചു നിർത്തി അനുഗ്രഹിക്കട്ടെ. അതിന് ഈമാനു ബില്ലാഹ് വൽ യൗമിൽ ആഖിർ വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്. രക്ഷിതാക്കൾ മക്കളെ പഠിപ്പിക്കുമ്പോൾ ലുഖ്മാനുൽ ഹക്കീം മകനെ ഉപദേശിച്ച ചരിത്രമുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ മകന് ചെറിയ കുഞ്ഞു മകനാകുമ്പോഴാണ് ചെറിയ പ്രായത്തിൽ ഈ വിഷയം പറയാവുന്ന പരുവത്തിലേക്ക് നേരത്തെ പരിചയപ്പെടുത്തി, അള്ളാഹിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി അല്ലേ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു, ശിർക്ക് പാടില്ല എന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ നമസ്കാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. നമസ്കാരം സ്വാഭാവികമായി മനുഷ്യനെ തിന്മയിൽ നിന്ന് അകറ്റുമെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ക്രമം തന്നെ അവിടെ സൂറത്തുൽ ലുഖ്മാനിലെ ഉപദേശങ്ങളിൽ കാണാൻ പറ്റും. എന്നിട്ട് അദ്ദേഹം മകനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ എന്നോട് പറയുന്നു ഉച്ചത്തിൽ, നിങ്ങൾ ഓരോരുത്തരും അത് കേൾക്കുക, എന്നിട്ട് നമ്മളെയും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുക. ഏതാണ് വചനം? സൂറത്തുൽ ലുഖ്മാൻ 31-ാം അധ്യായം 16-ാമത്തെ വചനം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير. يا بني ഉപ്പാന്റെ പൊന്നുമോനെ, നീ ചെയ്യുന്ന ഒരു കാര്യം, ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, തൂക്കം വളരെ നിസാരമായ ഒരു കാര്യമായിരുന്നാലും, ഫതകുൻ ഫീ സഖ്റ, അതേതെങ്കിലും ഒരു പാറയിൽ വെച്ച്, ഒരു പാറ മടക്കിൽ വെച്ച്, അങ്ങ് എടക്കൽ ഗുഹയുടെ പാറയുടെ മടക്കിൽ വെച്ച്, അതല്ലെങ്കിൽ ആഢ്യാൻ പാറയുടെ മടക്കിൽ വെച്ച്, എവിടെ വെച്ചായിരുന്നാലും ശരി, ഔ ഫിസ് സമാവാത്, നിന്റെ ആകാശയാത്രയിൽ എവിടെയെങ്കിലും വെച്ചായിരുന്നാലും, നീ ഒറ്റയ്ക്കുള്ളപ്പോ, നീയും അവനും മാത്രമായിരുന്നപ്പോ, നീയും അവളും മാത്രമായിരുന്നപ്പോ, നീ അവരുടെ കൂടെ മാത്രമായിരുന്നപ്പോ, നീ ചെയ്യുന്ന നിസ്സാരമായ ഏത് കാര്യവും, ഔ ഫിൽ അർള്, ഇനി ഭൂമിയിൽ എവിടെയെങ്കിലും റിസോർട്ടുകളിൽ, നിന്റെ പരിചയക്കാരില്ലാത്ത ഏതെങ്കിലും നാട്ടിൽ, വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ, ടൂറിന്റെ ഇടയിൽ, യാത്രകൾക്കിടയിൽ ആരോരുമില്ല, നിന്റെ പരിചയമുള്ള ഉപ്പയുടെ പരിചയമുള്ള ആരുമില്ല, അവിടെ വെച്ചായിരുന്നാലും ശരി. ഇതൊക്കെ ഞാൻ ചേർത്ത് വെച്ചതാ. മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫി സഖറ ഔ ഫി സമാവാത് ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്, അല്ലാഹു അതെല്ലാം കൊണ്ടുവരും. എന്നെയും നിങ്ങളെയും എപ്പോഴും ചലിപ്പിക്കേണ്ട വചനം. ഇതെപ്പോഴും ഉണ്ടായാൽ തിന്മ ചെയ്യാതെ മാറാൻ കഴിയും. ഇതെല്ലാം അല്ലാഹു കൊണ്ടുവരും. കാരണം അല്ലാഹു ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. ഒരു സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞു, സുഹൃത്ത് മീൻസ് ഒരു പിതൃതുല്യനായ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാനേ മുമ്പ് ഉമ്മമാരെ കുറിച്ച് പറയാം, മാതാപിതാക്കൾ പഠിപ്പിക്കുന്ന അന്നത്തെ ഒരു മാതാപിതാക്കളുടെ ഒരു ദീനീ ചിട്ട നൽകുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മദ്രസ വിട്ടു പോകുമ്പോൾ റോട്ടിൽ അന്ന് കൊപ്ര കട്ട് ചെയ്തിട്ട് ഉണക്കാൻ വെക്കുമല്ലോ, അങ്ങനെ റോട്ടിൽ ഒരു കച്ചവടക്കാരനെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം മകൻ വീട്ടിലെത്തിയപ്പം ഉമ്മ കാണുന്നത് ഇന്ന് ചൂയിങ്കം ചവയ്ക്കുന്നതിന് പകരം അന്നത്തെ ഇതിങ്ങനെ ചവച്ചുകൊണ്ടാ പോകണം, എണ്ണ ആട്ടിക്കൊണ്ടാ വീട്ടിൽ കയറുന്നത്, എണ്ണ ആട്ടി ഇങ്ങനെ കുടിക്കുക. അപ്പോൾ ഉമ്മ ചോദിച്ചു, ഇതെന്താടാ? അപ്പോൾ മോൻ പറഞ്ഞു,
കൊപ്പര എവിടുന്ന് കിട്ടി? മൂപ്പര പേര് പറഞ്ഞു ആരോന്നിൻ്റെ. അയാൾ അവിടെ ഉണക്കാൻ വെച്ചെടുത്ത് ഈ ചോദിച്ചെടുത്താണോ അല്ല അയാൾ എനിക്ക് തന്നാണോ? അല്ല, ഞാൻ എടുത്തതാ, മൂപ്പര രണ്ടില്ലായിരുന്നു. ഉമ്മങ്ങനെ പിടിച്ചിട്ടേ ഇവിടെ ഇങ്ങനെ രണ്ട് ഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ വായാണ്ട് രണ്ട് പല്ലും ഇങ്ങനെ പിടിച്ച് തുറപ്പിച്ചിട്ട് വിരലിട്ട് എടുത്തിട്ട് തുപ്പടാന്നുണ്ട്. എന്നിട്ട് തുപ്പിച്ചിട്ട് ചെല്ലുന്നുണ്ട്, നടക്കുന്നുണ്ട്. അങ്ങനെ നടത്തിച്ചു കിലോമീറ്റർ തിരിച്ച് നടത്തിച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളെ 2 കഷ്ണം കൊപ്പറ ഞാൻ എടുത്തിനും പറയാൻ പറഞ്ഞു. അങ്ങനെ പറയിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് അതിന് ശേഷം ജോലി കിട്ടിയത്, ഞാൻ വലുതായ ശേഷം എനിക്ക് ജോലി കിട്ടിയത് ഒരു വലിയ പറമ്പ്, ഒരു തോട്ടം നോക്കാനാ. ആ തോട്ടം എന്നെ ഏൽപ്പിച്ചു പോയതാ. ഞാൻ അതിൽ നിന്ന് ഒരു കറുമൂസ പോലും, ഒരു പപ്പായ പോലും പെർമിഷൻ ഇല്ലാതെ ജീവിതത്തിൽ തിന്നിട്ടില്ല. ഞാനൊന്നും എടുത്ത് തിന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഒരൊറ്റൊന്നും തിന്നില്ല. ഇതെന്നെ പഠിപ്പിച്ചത് എൻ്റെ ഉമ്മയാ. പഠിപ്പിച്ചതെന്നാണ്. അദ്ദേഹം കണ്ണുനീരൊഴുക്കുക. നമ്മളിന്ന് നേരം വൈകുന്ന മോനോട് എന്ത് പറ്റി മോനെ എന്ന് പോയി ചോദിക്കാറുണ്ടോ? നമ്മൾ വാങ്ങിക്കൊടുക്കാത്ത വള കൈമക്കണ്ട മോളോട് നമ്മൾ ചോദിച്ചുക്കോ, ഈ വള ആര് വാങ്ങി തന്നതായിരുന്നു ചോദിച്ചുക്കോ. മോതിരം കണ്ടപ്പോ ആരുതാന്ന് ചോദിച്ചുക്കോ. കഴുത്തിൽ മാലയായിട്ട് വന്ന മോനോട് നമ്മൾ ചോദിച്ചോ, ഇതെന്തേ മാല ചോദിച്ചിട്ടില്ല. ഞാൻ വിഷയത്തിലേക്ക് മാറുകയല്ല, ഈ ഒരു ആയത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞതാ. ഈ ഒരു ധാർമ്മിക ബോധം, അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഇതിലേക്കാണ് അല്ലാഹു വിശുദ്ധ ഖുർആൻ വിളിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താനാണ്. ഒരു തസ്കിയത്ത് നമുക്കും മക്കൾക്കും നേടാൻ കഴിഞ്ഞാൽ, ഈ ഒരു തസ്കിയത്ത് നേടാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽ മുഅ്മിനു ബിൽ ആഖിറ, അൽ കാഫിറു ബിൽ ആഖിറ, രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട്. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാനവ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് പ്രശ്നങ്ങളിലും വഴിമാറി പോവില്ല. അതേപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുന്നിടത്ത്, അഗതികൾക്ക് സംരക്ഷണം നൽകുന്നിടത്ത്, അശരണകൾക്ക് തണലാകുന്നിടത്ത്, രോഗികൾക്ക് സാന്ത്വനമേകുന്നിടത്ത് ഒക്കെ ഉണ്ടാകും. എന്നാൽ ഈ മേഖലയിൽ നിന്ന് അല്പമൊക്കെ മാറി നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അൽ കാഫിറു ബിൽ യൗമിൽ ആഖിർ ബില്ലാഹ്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും അത്ര വിശ്വാസമില്ലാത്ത ആളുകൾ. അതിന് കൃത്യമായ ഒരു പ്രമാണം നമുക്ക് 36-ാം അധ്യായം സൂറത്ത് യാസീനിലെ 47-ാമത്തെ ആയത്തിൽ കാണാം. ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നത് എന്താ അറിയോ? വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹു തന്നതിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കൂ എന്ന് ആരെങ്കിലും പറയപ്പെട്ടാൽ ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ പറയും. ആരാ പറയാ? ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ. ഈ പറഞ്ഞത് വിശ്വാസികളാ. കേട്ട സത്യനിഷേധി വിശ്വാസിയോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ഒരു ന്യായമുണ്ട്. എന്താണെന്നറിയോ ആ ന്യായം പറഞ്ഞത്? അനുതുഇമു മല്ലൗ യശാഉല്ലാഹു അത്അമഹു ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. ചങ്ങായിമാരെ, നിങ്ങൾക്ക് കിട്ടിയോ കൊണ്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചാൽ പോരെ, പടച്ചോൻ കൊടുക്കേണ്ടിയോ കൊടുക്കാത്തതിന് നമ്മൾ കൊണ്ടേ കൊടുക്കണോ എന്ന് ചോദിക്കുന്നു. അനുതുഇമു, നമ്മൾ തിന്നാൻ കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ പാവപ്പെട്ടവർക്ക്? മല്ലൗ യശാഉല്ലാഹു അത്അമഹു, അല്ലാഹ് വേണേ കൊടുക്കൂലേനോ? ഓർക്ക് വേണ്ടായിട്ടല്ലേ അള്ളാഹ് കൊടുക്കാത്തത്. എനിക്ക് വേണ്ടി എനിക്ക് അള്ളാഹ് എന്ന് ഞാൻ ആർക്കും കൊടുക്കൂല എന്ന് പറയും. ആര്? ഖാലല്ലദീന കഫറു. അപ്പോൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം എന്നത് വഴിതെറ്റാതെ സാമൂഹിക ഉത്തരവാദിത്വം നിർവഹിച്ച് ഏക ഇലാഹിൽ സമർപ്പിച്ച് അവന് മാത്രം ആരാധനകൾ ഇഖ്ലാസോടുകൂടെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ദാലിക ദീനുൽ ഖയ്യിമ എന്ന, അതേപോലെ തന്നെ ദാലിക ലിമൻ ഖശിയ റബ്ബഹ് എന്ന് പറയുന്ന മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതിലേക്കാണ് വിശുദ്ധ ഖുർആൻ വിളിക്കുന്നത്. ആ വിളിക്ക് ഉത്തരം നൽകാൻ നമുക്കൊക്കെയും സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്കും ഉത്തരം നൽകാൻ സാധിക്കണം. മക്കളെ എന്തൊക്കെ പഠിപ്പിച്ചാലും ഇത് പഠിപ്പിക്കാതെ ആകരുത് എന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഖുർആനിൻ്റെ ആഹ്വാനത്തിലേക്ക് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.